കാണാൻ വയ്യ. കൊച്ചനെ ഈ കഥ ഒന്ന് തുറന്നേ. ആരുടെ ഈ കൊട്ടാരം? ഇതാ എന്റെ വീട്. ഈശോയെ, വീടോ? എടാ ജോസേ, തൊമ്മ, ഇത് അങ്കിളിന്റെ വീടാണെന്ന്. എന്റെ പുണ്യാളാ. എടി മറിയാമേ, നീ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മിഴിച്ചു നിൽക്കാണ്ട് ഈ പിള്ളേരെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറി. ചെല്ലേ ചെല്ലേ മക്കളെ. ഒരു കഥയില്ലാത്തവളാ, ഒന്നും തോന്നരുത്. പിള്ളേരും മോശമല്ല. നമ്മുടെ അല്ലേ? നമ്മുടെ എന്റെ. അങ്ങനെ ഞാൻ പേടിച്ചു പോയി. കർത്താവേ, ഇത് അടിക്ക് പിടിച്ചല്ലോ. ഉപ്പ് ഇത്തിരി കൂടുതലാ. ഓ, എന്തൊരു എരിവായതിന്. കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഉപ്പ് കൂടുതൽ. സ്പൂൺ കഴുകാതെ അതിൽ തന്നെ ഇട്ടെന്തിനാ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ശ്രദ്ധയാ. ഓ പിന്നെ, ചുണ്ടിലൊന്നും മുട്ടിന്ന് വെച്ചപ്പോ എന്നാ വരാനാ? ഞങ്ങൾക്കാർക്കും ഇവിടെ പകരുന്ന രോഗമൊന്നുമില്ലേ എന്റെ അപ്പാ. ആ പിള്ളേരെ നടക്കരുത്. ഇല്ലിപ്പോ തന്നെ ഇവിടെ ഇറക്കി വിടും. പിള്ളേരടങ്ങാനും കളിച്ച് നടക്കട്ടെ. ഇത് ഞാൻ എന്റെ പാട് നോക്ക്. പാട് നോക്ക്. അപ്പനെ കയറി കൂരിന്ന്. ആ, കണക്കായിപ്പോയി. ഇങ്ങോട്ട് വാങ്ങിക്കടാ. എന്ത് വേണം? ഈ കുട്ടികളെ നിലയ്ക്ക് നിർത്തണം. ഇതെന്താ ഭ്രാന്താലയമാണോ? ദേ, എന്റെ കുഞ്ഞുങ്ങളെ പ്രാന്തന്മാരെന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. നിങ്ങൾ കളിച്ചോ പിള്ളേരെ. രാജ, അന്നേ ഞാൻ പറഞ്ഞതാ സംസ്കാരം ഇല്ലാത്ത നിങ്ങളെ ഒന്നും വീട്ടിൽ വിളിച്ച് കേട്ടതെന്ന്. എടാ രാജ, എന്താടാ ഇതൊക്കെ? ചന്തയാണോ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യടാ. ശരി സാർ. ആരാ രാജ ഇത്? പിള്ള സാറ്, മാനേജരാ. ആ, അത്രേ ഉള്ളൂ. പോവാൻ പറ.